അപ്പൊ ജയപ്രകാശ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത് നിങ്ങളോട് പറഞ്ഞോ? ഞാൻ എപ്പോഴും പറയല, പോവാണെങ്കിൽ നമുക്ക് രണ്ടാക്കും പോയാ മതി എന്ന് എപ്പോഴും പറയുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ ഇടൂല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാ കഴിഞ്ഞത്. ഞങ്ങള് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു 13 വയസ്സുള്ള സമയത്ത് തുടങ്ങി മക്കളും അനിയന്മാരും എല്ലാരും നോക്കി തുടങ്ങിയതാണ്. അപ്പൊ ഷബീർക്ക് എന്നോട് പറഞ്ഞു, ആദ്യം എനിക്ക് എന്തേ കുടിച്ചത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നില്ല, ചായക്ക് വാങ്ങിട്ടു. അങ്ങനെ ബസ്സിന്റെ പൈസ ഒക്കെ തന്നിട്ട് എന്നെ വിട്ടു. ഞങ്ങളെ സഹായിച്ചവർക്ക് ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥന ഏത് നേരം ഞങ്ങൾ പ്രാർത്ഥിക്കല്. എന്നിട്ട് പക്ഷെ എനിക്ക് കഴിയണില്ല, എത്തിപ്പോണില്ല. എവിടെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലേ, എങ്ങനെ നടന്നു പോരെ. അങ്ങനെ ഇവിടുത്തെ പള്ളി കമ്മിറ്റി അതേമാതിരി ഇവരെ സഹായിക്കാൻ പറ്റിയ ഈ എവിടെയുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇവരെ സഹായിക്കണം. കാരണം ഇന്നലെ ഇയാളെ ജീവിതത്തോടൊക്കെ കൊണ്ടുവന്ന് ആ ഒരു വിഷമവും എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിട്ടില്ല. മരിക്കാൻ പോവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തൂറ്റ് ബാങ്ക്, അതേമാതിരി ഫിനാൻസ് വേറെയുണ്ട്. മരണപ്പെട്ടതിന് ശേഷം നമുക്ക് കുറെ ആളുകൾ കൂട്ടിയിട്ട് സഹതപിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കടം വീടാൻ, അദ്ദേഹത്തിന് കുടുംബം അന്തസ്സായിട്ട് കടമില്ലാതെ ജീവിക്കാനും മക്കളെ പഠിപ്പിക്കാനും വേണ്ട ഒരാവശ്യത്തിലേക്ക് സന്മനസ്സുള്ള ആരായിരുന്നാലും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പീടിക വട്ടപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ്. ജയപ്രകാശിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ചേച്ചി, ജയപ്രകാശിനെ കാണാതായില്ലേ? എന്തിനാണ് കാണാതായത്? ഞങ്ങക്ക് കൊച്ചിങ്ങനെ പൈസന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആരോടും ഞങ്ങൾക്ക് പറയാനും വയ്യ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇങ്ങനെ തലേന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങളോടൊന്നും പറയാതെ പോയത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും മരിക്കാതെ എപ്പോഴും ഞങ്ങൾ പറയാം. കാരണം ഞങ്ങൾക്ക് കുറെ ആൾക്കാർ ഞങ്ങൾക്ക് ഇവിടെ 3 മാസം സുഖമില്ലാതെ കിടന്നപ്പോ എല്ലാരും ഇങ്ങനെ ഞാൻ ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ ചോദിക്കും, 2000 ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് തരും. കുറെ ആൾക്കാർ എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ആഴ്ചയിൽ അടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മുടക്കാതെ എനിക്ക് ഞങ്ങൾ വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്ത് തന്നതാണ് എൻ്റെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ. അപ്പോൾ അതൊന്നും ഓർക്കൊരു പ്രശ്നം വരാതെ അടച്ചിങ്ങനെ പോവണം. അത് കാരണം ഇപ്പം 2 വർഷമായി ഞാൻ അത് മുടങ്ങാതെ ഞങ്ങൾ പണിക്ക് പോയിട്ട് അത്രയും കറക്റ്റിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഇനി 3 മാസം ഞങ്ങൾക്ക് സുഖമില്ലാതായാൽ പറ്റേ എന്താ പറയാ, തിന്നാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നിന്ന്. അപ്പൊ ഞങ്ങക്ക് തിന്നിട്ടില്ലെങ്കിലും നമുക്ക് അടവടയ്ക്കാം, അവർക്കൊരു ഇത് വരരുത്. കാരണം കുറച്ചു നേരം വഴുകുമ്പോ എനിക്ക് എന്നെ സഹായിച്ചോരെ ഓര് വിളിക്കും, അടവിന്റെ ആൾക്കാർ വിളിക്കുമ്പോ ഓര് ഞങ്ങളെ വിളിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. അങ്ങനത്തെ ആ ഒരു വിഷമത്തിലായിരുന്നു. പിന്നെ അതൊക്കെ മാറി. ഇനിയിപ്പൊ നമുക്ക് എന്തായാലും വേണ്ടില്ല, എറണാകുളത്ത് വെച്ച് കാണാന്നുള്ളതിൽ ഞങ്ങൾ പണിക്ക് ഇറങ്ങി. അതിലും പിന്നെ ഇപ്പൊ അങ്ങനെ കുറെ ഒന്നും ഇപ്പൊ വാങ്ങിയവര് നിൽക്കൂലല്ലോ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ മിഞ്ഞാന്ന് വരെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഓരോടൊക്കെ ഇനി ഒരു ഡേറ്റ് എങ്ങനെ പറയുമ്പോ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ജയപ്രകാശ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത് നിങ്ങളോട് പറഞ്ഞോ? ഞാൻ എപ്പോഴും പറയല, പോവാണെങ്കിൽ നമുക്ക് രണ്ടാക്കും പോയാ മതി എന്ന് എപ്പോഴും പറയുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ ഇടൂല. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാ കഴിഞ്ഞത്. ഞങ്ങള് ജയപ്രകാശ് ആശാരി പണിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ? ഇതില് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മുത്തൂറ്റ് ഫിനാൻസിന് കുറച്ച് ലോൺ എടുത്തായിരുന്നു. കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ മുത്തൂറ്റ് ബാങ്ക് അല്ലേ? ചലോ ഓർക്ക് ഓരോ ചെയ്യണല്ലോ. അങ്ങനെ ഓരോരുത്തരുടെ പേരിലെടുക്കുമ്പോ അതൊന്ന് അങ്ങനൊക്കെ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ ഓർക്ക് ആഴ്ചയിൽ ഇപ്പൊ മാസമാകുമ്പോ ഒരു കണക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ വരുമ്പോ ഒരു ഇതല്ലേ. അപ്പൊ നമ്മള് കാരണം ഓർക്കൊന്നും ഒരു ഇത് വരരുത്, നമുക്ക് അത് ചെയ്ത് തന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. കാരണം ആർക്കും ഒരു ഇതും വരരുത്. ഞങ്ങളെ സഹായിച്ചവർക്ക് ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥന ഏത് നേരം ഞങ്ങൾ പ്രാർത്ഥിക്കല്. എന്നിട്ട് പക്ഷെ എനിക്ക് കഴിയണില്ല, എത്തിപ്പോണില്ല. കാരണം ഞങ്ങളെ മോന് പഠിക്കുന്നുണ്ട്, അവന്റെ ഒരു ആഗ്രഹമാണ് അവനത്. കാരണം അത്ര ആഗ്രഹിച്ചിട്ട് ഞങ്ങളെ കുട്ടി അതിന് CAക്ക് ചേർന്നത്. അപ്പൊ അവന്റെ മാഷൊക്കെ ഞങ്ങൾ ഈ സങ്കടം പറഞ്ഞിട്ട് മാഷ് വരെ ഞങ്ങളോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, എന്താ വെച്ചാല് അതിനുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഓർക്കൊണ്ട് കഴിയണത് ഞങ്ങൾക്ക് തരും, നമുക്ക് തിരിച്ചു കൊടുക്കാം.
അങ്ങനെ വിചാരിക്കും. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോ ഒക്കെ ഞങ്ങൾ സഹായിച്ചതുണ്ട്. പക്ഷെ ഒരു വിളിക്കുമ്പോ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു സങ്കടമായിരുന്നു. ചെറിയ ഒരു സ്വപ്നത്തില് ഒരു വീട് കെട്ടിയ എല്ലാവരുടെയും സ്വപ്നമാണ് വീട് എന്നുള്ളത്. ഒരു 8 ലക്ഷം രൂപയോളം കടയുണ്ട്. ഷബീർക്ക ഇന്നലെ കോഴിക്കോട് പോയപ്പോ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കണ്ട് മുട്ടിയ ആളാണ് ജയപ്രകാശ്. അപ്പോ ജയപ്രകാശിനോട് പ്രശ്നം ചോദിച്ച സമയത്ത് സങ്കടം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ശരിക്കും ഒരു വീട് എന്നുള്ളത്. അപ്പൊ ആ വീട് വെച്ച് കുറച്ച് സാമ്പത്തിക പ്രയാസത്തിൽ കുടുങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് എല്ലാം ഏറ്റെടുക്കുന്ന ആളുകളാണ്. അപ്പോ ഒരു കടം വീട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതല്ല. ഇദ്ദേഹത്തിന് വല്ലാത്ത രീതിയിലേക്കുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. കാര്യം ആ രീതിയിലേക്കാണ് എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇദ്ദേഹം പോയതിനു ശേഷം വീട്ടുകാര് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നു. ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത് ചേച്ചി. ഫോണൊന്നും കൊണ്ടല്ലേ. ഞാൻ രാവിലെ ഞങ്ങള് എല്ലാവരും ഇവിടെ വന്നപ്പോട്ട് ഡൈനിങ് ഹാളിലാണ് കിടന്നപ്പോ ഞാൻ രാവിലെ എണീച്ചിട്ട് ഞാൻ വന്നു നോക്കി. അപ്പൊ കാണുന്നില്ല. അപ്പൊ ഞാൻ അനിയനോട് അന്ന് കുട്ടിയേട്ടനെ എവിടെടാ, കുട്ടിയേട്ടനെ കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഫോണില്ല, എന്റെ ഏട്ടന്റെ ഫോൺ കേടുന്നപ്പോ എന്റെ ഫോണാ കൊടുത്തണേ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചീന്റെ ഫോണ് വാങ്ങി കൊണ്ടുവന്നിട്ട് നമ്മൾ വിളിച്ചു നോക്കുന്നു കുട്ടികളെ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും നമുക്ക് സമാധാനം. അപ്പൊ ഓൻ ഫോണ് തരാൻ പോയപ്പോ ഫോണുണ്ട് ടിവിന്റെ സ്റ്റാൻഡുമ്മേല് നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ എങ്ങനെ പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇനി വെള്ളിയാഴ്ച ആയപ്പോ അടവുണ്ടല്ലോ, ഞാൻ അതിന് ആരെടുത്തേക്കെങ്കിലും പോയതാ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ 10 മണി വരെ കാത്തു നിന്ന്. കാരണം 8 മണി കഴിഞ്ഞ് ഞങ്ങളെടുത്ത് പോവാത്ത ആളാണ്. കാരണം ഇവരമ്മ മരിച്ചിട്ട് ഞങ്ങള് കാരണം ചെറുപ്പത്തില് 10-17 വയസ്സിൽ വന്നത് ഞാൻ ഇവരെ വീട്ടിൽ. മുത്തൂറ്റ് ബാങ്ക് എന്ന് പറഞ്ഞത് ശരിക്കും ഇദ്ദേഹത്തെ കാണാതായിട്ടും നിങ്ങൾ അടവടച്ചോ എന്നാണ് പറഞ്ഞത്. ഒരു വടം അന്ന് വൈകുന്നേരം വന്ന് ഞങ്ങള് ഏട്ടനെ കാണാത്തതിൽ നിൽക്കുന്നു. അപ്പൊ ഒരു ഏട്ടൻ ഇങ്ങനെ അനിയൻ പറഞ്ഞ് എന്താണ് ഒരു പ്രശ്നമാണ്, ഏട്ടനെ കാണാനില്ലാന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഓരോന്നും ഇതാക്കണ്ട. കാരണം മനസാക്ഷി കാണിച്ചില്ല. അവരങ്ങനെ പോയി. ഞാൻ ഇന്നത്തെ അവസ്ഥ ഒന്നും ഞാൻ അറിയില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. എന്നെ കാണാനില്ല. നമുക്ക് ഇത് ചിന്തല്ലല്ലോ. അടവിന്റെതൊന്നും എനിക്ക് അപ്പൊ ഇങ്ങനെങ്കിലും ഒന്ന് ദൈവന്റെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവരെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ഇവരുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇവര് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ നിരസിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായും എന്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, നിങ്ങള് ഇവരൊന്ന് സഹായിക്കാൻ വേണ്ടി ഇറങ്ങണം. കാര്യം മക്കളെ മോന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും നയിച്ചു വീട്ടാ. മോനൊരു ഫീസ് ഓന് മുടങ്ങി. കാരണം അവന് പഠിക്കാൻ അവന് ടെൻഷനാണ്. എനിക്ക് പഠിച്ചിട്ട് ഈ ജോലി നേടണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. നല്ലതാണ്. മാഷൊക്കെ നല്ല സപ്പോർട്ടാണ്. കോളേജിൽ നിന്നൊക്കെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ സാധാരണ മോൻ പഠിച്ചാൽ മതി, നല്ലതിലൊരു ഓന് 2 വർഷം കഴിഞ്ഞാല് അപ്പൊ എല്ലാരും പറയലെന്താ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചോളി. അപ്പൊ ഞങ്ങള് തിന്നിട്ടില്ലെങ്കിൽ എന്റെ കുട്ടീന്റെ ഒരു കാര്യം ഇതിലെത്തണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പള്ളി കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവരുടെ ഒരു കാര്യത്തിൽ ഇടപെടണം നിങ്ങൾ എന്നുള്ളതാണ്. അത് ചെറിയ റിക്വസ്റ്റ് ആണ്. അപ്പോ നിങ്ങൾ അത് ഏറ്റെടുക്കും എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. കാര്യം ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു കമ്മിറ്റി തന്നെയാണ് നിങ്ങൾ എന്നുള്ളത് എനിക്കറിയാം. അവിടെ എത്തിച്ചു നന്നായി ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ നേരൊക്കെ എല്ലാരും ഓരോന്ന് പ്രാർത്ഥിച്ചൂടെ, ഓരോ വഴിപാടൊക്കെ നേരം. ഇതിനൊരു ചേച്ചി വന്നിട്ടുണ്ടോട് ഇങ്ങനെ പറഞ്ഞ് ഓരോതിലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം, എന്ത് വഴിപാടാണെങ്കിലും ഞങ്ങൾ പോയി ചെയ്തോളൂ. ഓരോരുത്തർ ഓരോ വിശ്വാസം പറയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ വിളിച്ച് ഫോണ് അതിങ്ങോട്ട് പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്തായാലും എന്ന് പറഞ്ഞ് നിന്നതിലാണ് ഫോണ് വന്നത്. അപ്പൊ മോനെടുത്തിട്ട് അമ്മ ഇത് എവിടുന്ന് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഫോണിന് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അപ്പൊ ഇനി അങ്ങനെയൊക്കെ കണ്ടിട്ട് വിളിക്കുകയാണ് വിചാരിച്ച്. അത് അപ്പൊ പിന്നെ എന്നിട്ട് ഞങ്ങള് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ആരെങ്കിലും ആവും വിളിക്കാവുന്നാണ്. അങ്ങനെ പിന്നെ ഇവര് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാനും കഴിയില്ല. കോഴിക്കോട് എവിടെയെങ്കിലും ഉണ്ടെന്നൊന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്ത് ഇതുണ്ടെങ്കിലും. കാരണം ഞങ്ങളെ വിട്ട് നിൽക്കാത്ത ഒരാളുമാണ്. അപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞ നിങ്ങള് കോഴിക്കോട് ഏട്ടനെ കണ്ടണോ? അപ്പൊ എന്റെ ഇളച്ചന്റെ അടുത്ത് ഫോണ് വാങ്ങിച്ചിട്ട് ഈ ഷബീർ കാക്കാൻ ഓരോ സംസാരിച്ച്. അപ്പോഴും ഞങ്ങൾ ഏട്ടൻ അവിടെ ഉണ്ട്, ഇങ്ങനെ എന്താ പ്രശ്നം എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചെറിയ ഇങ്ങനെ ഫിനാൻസിന് ഒരു ഇതുണ്ട്, അല്ലാതെ വേറെ അങ്ങനെ വീട് വിട്ട് പോകുന്നൊന്നും ആളില്ല.
ഇതിന്ന് അടയ്ക്കാൻ കഴിയണില്ലല്ലോ, ഞാൻ എന്ത് അടക്കാൻ ചെയ്യും? കഴിയായിട്ടാണ് എന്തോ ഒരു ടെൻഷൻ പോയതല്ലേ? ഉണ്ട്, ഇന്ന് ഒരു വരുമല്ലോ, അപ്പൊ എന്താ ഞാൻ ചെയ്യാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നേ. മോനാണ് നിങ്ങളുടെ സ്വപ്നം അല്ലേ? ഓ, അതിനിടയ്ക്ക് ഈ വലിയ കടകൾ വല്ലാത്ത വന്ന് അതാണ് പെടുന്നുണ്ടല്ലോ. ഓന് ഞങ്ങൾക്ക് നല്ലതിൽ പഠിപ്പിക്കണം, നല്ലൊരു ജോലി. ഇപ്പോഴും ഞങ്ങളോട് പറയും, നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞാൻ എനിക്ക് ജോലി കിട്ടിയതൊക്കെ നമ്മളത് തീരും അമ്മ. ഇപ്പോഴും എന്നോട് പറയും, എനിക്ക് വയ്യാതായിട്ട് പോലെ ക്ലാസ്സിന് പോവാതെ എന്നെ നോക്കിയിരുന്നാണ്. കാരണം ഞങ്ങൾ മക്കളോട് പറയും, എല്ലാ കാര്യം പറയും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് എന്തൊക്കെയുള്ളത് എന്നൊക്കെ ഓർക്കറിയാം. എന്നിട്ട് എന്നോട് നിങ്ങൾ എന്തിനാ അതൊക്കെ വാങ്ങി കൂട്ടിയത്? അപ്പൊ ഞാൻ പറയും, ഇതൊക്കെ അമ്മ നമുക്കൊരു വീട് വേണം. കാരണം ഞങ്ങളെ തറവാട് പൊളിഞ്ഞാടാനായിട്ട് 3 അനിയന്മാരുണ്ട്, ഓരോ മക്കളും ഞങ്ങളെല്ലാരും കൂടി നിന്നപ്പോ അതിനൊരു ഇതെന്ന്. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ വീട് നോക്കി നോക്കി നിന്ന് എല്ലാരെ കാര്യങ്ങളും കഴിഞ്ഞപ്പോ ഞങ്ങളടുത്ത് ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ ഈ ലോൺ എടുത്തിട്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീടായാല് അതിനൊന്നും ഇങ്ങോട്ട് മാറി നിക്കാന്നുള്ളൊരു ശരിക്കും വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് സ്വന്തം ജീവിതം വേണ്ട, നിർത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയത്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പല ആളുകൾക്ക് ഉണ്ടാവും, പക്ഷെ നികത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ഒന്നാമത്തെ ഞാൻ അന്ന് ഒരു വല്ലാത്തൊരു ഇതിന്റെ മൈൻഡിലായിപ്പോയി. ഞാൻ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലെത്തിപ്പോയി. കാരണം ഇവരൊക്കെ ആലോചിച്ചു. പിന്നെ ഒന്നാമത്തെ എല്ലാവരും കുറ്റപ്പെടുത്തൽ തന്നെ. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് വാങ്ങിയത് ഈ കണ്ണമായ നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ. കാരണം ഒരു ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മധൈര്യത്തോടെ തന്നെയാണ് എല്ലാം തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അത്രയും ഇത്രയേറെ സ്നേഹിക്കുന്ന ഭാര്യ, മക്കള്, ഇവരൊക്കെ വിട്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത്? പക്ഷെ അത് എനിക്കറിയില്ല. ഞാൻ അത്രയും ദൂരം നടന്ന് അവിടെ എത്തിയതും 2 പ്രാവശ്യം ഞാൻ കൈത്തന്നെ മുറിക്കാനൊക്കെ നിന്നതാണ്. ഞാൻ കയ്യില് മറ്റേ പ്ലാസ്റ്റിക് കയർ മുറുക്കി, പക്ഷെ അത് വരെ പൊട്ടിപ്പോയി. സത്യം അതാ. ബ്ലേഡ് വരെ ഞാൻ വാങ്ങി എന്റെ കയ്യിൽ വെച്ചു. ഇവര് ഇവിടെ നിന്നാണ് മാറ്റിയത്. എൻ്റെ അടുത്ത് ആകെ ഒരു 5 റുപ്യത്തെ എൻ്റെ കയ്യിൽ കീശയിലുണ്ടായിരുന്നു. അതിനൊരു ബ്ലേഡൊക്കെ വാങ്ങി ഞാൻ ബീച്ചിലൊക്കെ കുറെ നടന്നു. അവിടെ കുറെ മറ്റേ കൽത്തറയിൽ അവിടെ പോയി ഇരുന്നു. പിന്നെ എവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലേ, എങ്ങനെ നടന്നു പോരെ. അങ്ങനെ വൈകുന്നേരമാണ് ഞാൻ സ്റ്റാൻഡിലെത്തിയും അവിടെയൊക്കെ നിന്നിട്ടൊന്നും അത്ര ആളുണ്ടെങ്കിലും ഞാൻ അതിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഞാനൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് ഷബീർഖാനെ ഞാൻ അവിടെ 2 ആളോട് സംസാരിച്ച് നിൽക്കുന്ന ഒരു ഇത് കണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊക്കെ വിചാരിച്ചു, ഇനി പറയണോ, എന്താണ് ഇവരറിയില്ല, എന്താണെന്നൊന്നും അറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെയും സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയി. 2ാമത് ഞാൻ തിരിച്ച് പിന്നെയും ഇങ്ങോട്ട് തന്നെ കയറി. പിന്നെ 3ാമത്തെ പ്രാവശ്യം തന്നെ ഞാൻ ഷബീർഖാന്റെ അടുത്തേക്ക് എത്തുന്നത്. ഹോട്ടലിന്റെ അടുത്ത് എത്തി. ഞാനിങ്ങനെ പോയിക്കിൻ്റെ നേന്ത്രണം തെറ്റിപ്പോയി. അപ്പോഴാണ് എന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഷബീർഖാൻ എന്നോട് പറഞ്ഞു, ആദ്യം എനിക്ക് എന്തേ കുടിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നില്ല, ചായക്ക് വാങ്ങിട്ടു. അങ്ങനെ ബസ്സിന്റെ പൈസ ഒക്കെ തന്നിട്ട് എന്നെ വിട്ടത്. അങ്ങനെയൊക്കെയാണ് അന്ന് സംഭവിച്ചത്. അവിടുന്ന് അവരുടെ കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയിപ്പോയി. ഞാന് ജീവിതം 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല അല്ലെ? വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. കാരണം ഞാൻ ഇങ്ങനത്തെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു 13 വയസ്സുള്ള സമയത്ത് തുടങ്ങി മക്കള്, അനിയന്മാരും എല്ലാവരും നോക്കി തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അതിന് ചിന്തിക്കാൻ പോലും പറ്റാതായി. അതാണ്ടായത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇവിടുത്തെ പള്ളി കമ്മിറ്റി അതേമാതിരി ഇവരെ സഹായിക്കാൻ പറ്റിയ എവിടെയുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇവരെ സഹായിക്കണം. കാരണം ഇന്നലെ ഇയാളെ ജീവനത്തോടൊക്കെ കൊണ്ടുവന്ന ആ ഒരു വിഷമവും എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിട്ടില്ല. കാരണം ഇയാൾ മരിക്കാൻ ഞാൻ ഇന്ന് പോവുകയാണ് എന്ന് എന്നോട് തീർച്ചപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞു. മരിക്കാൻ പോവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തൂറ്റി ബാങ്ക്, അതേമാതിരി ഫിനാൻസ് വേറെയുണ്ട്. അങ്ങനത്തെ പിന്നെ അങ്ങനെ ഈ വീട് ഇയാൾ എടുത്തത്. അങ്ങനെ ഇയാളെ ഞാൻ നാട്ടിലെത്തിച്ചതിന് ശേഷം ഇന്ന് ഇയാളെ വീട്ടിൽ വന്നപ്പോൾ കാണാൻ പറ്റിയ യഥാർത്ഥ സത്യങ്ങൾ, മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ കാര്യങ്ങളാണ്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരെ ഈ സ്ഥിതിവിശേഷങ്ങൾ അറിയാൻ. ഇപ്പോൾ ഭക്ഷണം പോലും ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ഇവരെ
കഴിവിന്റെ പരമാവധി നിങ്ങൾ സഹായിക്കണം. കാര്യം സാമ്പത്തിക പ്രശ്നത്തിന് ഞങ്ങൾ ചോദിക്കുന്നതല്ല, ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് ഇദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് പോയത്. തന്നെയുമല്ല, വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാം, നിങ്ങളാൽ കഴിയുന്ന നമ്മൾ എന്തോരം പൈസകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവരെ വിളിച്ച് ഒന്ന് സഹായിക്കണം. കാര്യം അത്രയേറെ ദുരിതത്തിലാണ് ഈ കുടുംബം ഉള്ളത്. എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഇന്ന് രാത്രി ഒരു TV ചാനലിലോ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു പേജിലോ ഒരു കോളത്തിലോ കടക്കണി മൂലം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത വാർത്ത വായിക്കേണ്ടിയിരുന്ന നമ്മൾ ഷബീർ ഖാന്റെ കയ്യിൽ, ഷബീർ ഖാൻ അറിയില്ല, മുൻപരിചയം പോയി ഷബീർ ഖാന്റെ കയ്യിലില്ല, അറിയില്ല. അദ്ദേഹത്തിന്റെ അരികിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രം ഇന്ന് അദ്ദേഹം ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് പറയാനുള്ളത്, മരണപ്പെട്ടതിന് ശേഷം നമുക്ക് കുറെ ആളുകൾ കൂട്ടിയിട്ട് സഹതപിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കടം വീടാൻ, അദ്ദേഹത്തിന്റെ കുടുംബം അന്തസ്സായിട്ട് കടമില്ലാതെ ജീവിക്കാനും മക്കളെ പഠിപ്പിക്കാനും വേണ്ട ഒരാവശ്യത്തിലേക്ക് സന്മനസ്സുള്ള ആരായിരുന്നാലും ഇവരെ നിങ്ങളുടെ സഹായ ഹസ്തം ഇവരിലേക്ക് എത്തിക്കണം. എന്തുകൊണ്ടും ഇവര് അർഹതപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടും അറിയിക്കുന്ന കുടുംബമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ പോകുമ്പോഴാണ് എനിക്ക് പറഞ്ഞത്. അപ്പൊ എന്തായാലും പറയാണ്, പൊതുസമൂഹം, ഇപ്പൊ നമ്മള് കേരളത്തിൽ പല സംഭവങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ട്. ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്തായാലും ഇവരെ സഹായിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് സഹായം എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പം എന്തായാലും നിങ്ങൾ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ഞങ്ങൾ പുറത്തു വിടുന്നത്. ഇവരെ കൈവെടിയരുത് എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ എത്തുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രീതിയിലേക്ക്, എല്ലാവരുടെയും സ്വപ്നമാണ് വീട് എന്നുള്ള സംഭവം. ഇത് ചെറിയൊരു വീടാണ്, വളരെ സൗകര്യങ്ങൾ കുറഞ്ഞൊരു വീടാണ്. അത് ഉണ്ടാക്കിയതിന്റെ പേരിൽ കടബാധിതനായി പോയി എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ കടബാധിതനായി പോയി എന്നുള്ളത് സാധാരണ ഒരു കുടുംബത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും ഇവരെ കഴിവിന്റെ പരമാവധി എല്ലാവരോടും സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.